അത് ഈ പോസ്റ്റ്മോർട്ടം അതിനെ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ അടുത്തൊക്കെ ചോദിക്കണം. എന്നാലേ അതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കി, ടൈം എങ്ങനെ അസസ് ചെയ്തത്, ഏത് ഒരു വിധത്തിൽ മനസ്സിലാക്കി എന്നുള്ളത് ഒന്ന് നോക്കിയെടുക്കണം. ആ ടൈമിങ്ങിലൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് ആണ് ഈ വാദം. അതിൻ്റെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചാലേ അത് പറയാൻ പറ്റുന്നുള്ളൂ നമുക്ക്. കാരണം അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കാണണം. അതേപോലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. വികലമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നതിന് എനിക്കൊരു സംശയമില്ല. കാരണം അതിനകത്ത് സാധാരണ ഉള്ളതിനകത്ത് ഈ വിസറ ആൻഡ് കണ്ടൻസ് അത് അതിൻ്റെ സാമ്പിൾ ശേഖരിക്കും, ബ്ലഡ് ശേഖരിക്കും, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കും, നെയിൽ ക്ലിപ്പിങ്സ് എടുക്കും. ഇത് മുഴുവൻ എടുത്തിട്ട് അതെല്ലാം ഈ പ്രിസർവ് ചെയ്യണം ഫോർ കെമിക്കൽ അനാലിസിസിന് ലാബിൽ അയക്കാൻ. അങ്ങനെ ഒരു സംഭവം നടത്തിയതായിട്ട് ഇത് കാണുന്നില്ല. അങ്ങനെ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ശ്രീമതി മഞ്ജുഷയുടെ ആർഗ്യുമെന്റ്. അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമായ പിഴവാണത്. ഇത് ആദ്യമേ ഒരു തീരുമാനം എടുത്തു, ഇത് തൂങ്ങി മരണമാണെന്ന്. പോലീസ് സർജന് ഇതൊക്കെ പരിശോധിക്കാതെ എങ്ങനെ മനസ്സിലാവും? എല്ലാം പരിശോധിക്കണം. യഥാർത്ഥത്തിൽ പലപ്പോഴും അവർ പോയി ഫൈനൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം പോലും പോയി കാണാറുണ്ട് പലപ്പോഴും. കാരണം ഇത് എങ്ങനെ ആയി എന്നുള്ളതിനെ കുറിച്ച് സ്ഥലം പോലും പോയി കാണാറുണ്ട്. ഇത് അങ്ങനെ വരെ ചെയ്യുന്ന ആളുകളുണ്ട്. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫോറൻസിക് സർജന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. അതായത് ധാരാളം ആളുകൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ വളരെ അന്തസ്സായിട്ട് നടത്തിയിട്ടുള്ള പോസ്റ്റ്മോർട്ടംസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒന്നും നോക്കാതെ, വേറെ ഒന്നും നോക്കാതെ അക്സെപ്റ്റ് ചെയ്യത്തക്കവണ്ണമുള്ള ക്ലാരിറ്റി അതിനകത്തുണ്ട്. അത് മാത്രമല്ല സത്യസന്ധതയും അതിലുണ്ട്. ഇതിനകത്ത് അതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന അളവ്, മുറിവിൻ്റെ അതിൽ കാണുന്ന കഴുത്തിലെ പാടിൻ്റെ അതിൻ്റെ സ്ഥാനവും ഈ പോസ്റ്റ്മോർട്ടത്തിലെ സ്ഥാനവും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ് ഒരു ആർഗ്യുമെന്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻക്വസ്റ്റിൽ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. ആ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വളരെ വൈറ്റലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. പിന്നെ ഈ നാക്ക് കടിച്ചു എന്നൊക്കെ പറയുന്നത് അതിൽ വലിയ കാര്യമില്ല. കാരണം നാക്ക് കടിക്കാൻ, തൂങ്ങി മരണത്തിൽ നാക്ക് കടിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നാക്ക് കടിക്കാം, നാക്ക് കടിക്കാം, അത് വരും. നാക്ക് കടിക്കുകയും സലൈവയുടെ ഡിസ്ചാർജ് ഉണ്ടാവും പലപ്പോഴും. കാരണം ഇതിൽ നിർബന്ധമായിട്ട് സലൈവയുടെ ഡിസ്ചാർജ് ഉണ്ടാവേണ്ടതാണ്. അത് കാണിച്ചിട്ടില്ല. അത് കാരണം ഇത് കഴുത്തിന്റെ വലത്ത് സൈഡിലാണ് ഈ കെട്ട് വന്നേക്കുന്നത്, ബാക്കിലല്ല. ഈ ബാക്കിൽ കെട്ട് വരുന്നതിന്റെ കാരണം അറിയാവോ? അതായത് ഈ തൂങ്ങി മരിക്കുന്നവർ, ഇനി ഇത് കേട്ടിട്ട് ആരും തൂങ്ങി മരിക്കാൻ പോകണ്ട. തൂങ്ങി മരിക്കാൻ പോകുന്നവർ, വേദനയില്ലാതെ തൂങ്ങി മരിക്കാൻ നല്ല വിവരമുള്ളവർ ചെയ്യുന്നത്, ഇപ്പോൾ ഈ തൂക്ക് കയറ് ജയിലിലിടത്തില്ലേ, കഴുത്തിന്റെ പിൻഭാഗത്തെ ഇടത്തുള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ കെട്ടുണ്ടല്ലോ, ഈ കെട്ട്, നോട്ട്, ഈ വരുന്ന കെട്ട്, ആ കയറിന്റെ അത് ഇവിടെ എല്ലാവർക്കും പോസിബിൾ അല്ല, ചിലപ്പോൾ അങ്ങ് സംഭവിക്കുന്നുള്ളേ ഉള്ളൂ. ആ കെട്ട് ഈ താഴോട്ട് ഈ ബോഡി വീഴുന്ന ഉടനെ ഉണ്ടല്ലോ, ഈ കെട്ടൊരൊറ്റ അടി മെഡിലോ ബ്ലങ്കറ്റിൽ അടിക്കും. ആ ഒരു പ്രശ്നമില്ല, അതങ്ങ് മരിക്കും. ഈ മെഡലോ ബ്ലങ്കറ്റിൽ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അതിന് ഈ ഫീക്കൽ ഡിസ്ചാർജോ ഈ പറയുന്ന ഡിസ്ചാർജുകളൊന്നും വരണമെന്നില്ല. കാരണം ഇമ്മിനന്റ് ഡെത്താണ്. അപ്പൊ അത് ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യണ്ട, ഈ കൈ കൊണ്ട് കഴുത്തിന്റെ പുറകിലൊന്ന് വെട്ടിയാൽ മതി, പലപ്പോഴും മരിച്ചു പോകും. അതിന്റെ കാരണം ഇതിനേൽക്കുന്ന ക്ഷതമാണ്. ഇത് ഒരുപാട് സംശയിക്കേണ്ടതാണ്. ഇത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അതിന്റെ വിഷമൊന്നും കൊടുക്കണ്ട, ക്ലോറോഫോം മണപ്പിക്കണ്ട, അത് തന്നെത്താനെ അതോടുകൂടി അല്ലാതെ പോകും ആള്. എന്നിട്ട് എടുത്ത് കെട്ടി തൂക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. ഈ കെട്ടി തൂക്കിയേക്കുന്ന സൈഡിലാണ്, കഴുത്തിന്റെ സൈഡിലാണ് ഈ നോട്ട് വന്നേക്കുന്നത്, റൈറ്റ് സൈഡിൽ. ഒബ്ലിക്കായിട്ട് പോയേക്കുന്ന പിന്നോട്ടല്ല. സാധാരണഗതിയിൽ തൂങ്ങി മരിക്കുന്നവരുടെ അങ്ങനെ പോകാറുള്ളത്. ഇത് സൈഡിൽ കെട്ട് വന്നേക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തല ചരിഞ്ഞിരിക്കും. തല ചരിഞ്ഞ് നാക്ക് കടിച്ചു പിടിച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ സലൈവയുടെ ഡിസ്ചാർജ് ഉറപ്പായിട്ടുണ്ടാവും. അതൊന്നും ഇതിൽ നിന്ന് കാണാനില്ല. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ദുരൂഹതകൾ ധാരാളം ഉണ്ട് ഇതിനകത്ത്. പരിശോധിക്കേണ്ടതാണ്. ഇത് പരിശോധിക്കുന്നതിന് എന്താണ് ഗവൺമെന്റിന്റെ തടസ്സം? ഈ CPM എന്തിന് തടസ്സം നിൽക്കുന്നു ഇത് പരിശോധിക്കുന്നതിന്? ശ്രീ MV ഗോവിന്ദൻ എന്താ തടസ്സം ഇത് പരിശോധിക്കുന്നതിന്? അങ്ങനെ പറയുന്നതിൽ ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ല. ഒരു പാർട്ടിയുടെ ഒരു നേതാവാണ് PP ദിവ്യ. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പറയും പാർട്ടിയുടെ ഒരു നേതാവിനെ സംരക്ഷിക്കും എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞേക്കുന്നത് എന്താണ്? PP ദിവ്യയോടൊപ്പം അല്ല, നേരെ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ ആള് പിന്നെ ആ മൊഴി മാറ്റുന്നുണ്ടല്ലോ, നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇതിനകത്ത്. മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് എന്താ ഇതിനകത്ത് ആണെന്നല്ലേ? ഇതുപോലെ എത്ര പേരെ കൊണ്ട് പറയിച്ചേക്കുന്നത്?
അതായത് ഒരു MP രാജേഷ് മന്ത്രി പറഞ്ഞേക്കുന്നത് എന്താണ്? കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളെന്നാണ്. വീണ ജോർജ് പറഞ്ഞേക്കുന്നത് എന്താണ്? നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ്. ഇതുപോലെ എല്ലാവരും പറഞ്ഞേക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ടാണ് ഇപ്പോ ആരും കുടുംബത്തോടൊപ്പം ഇല്ലല്ലോ. ഈ പറഞ്ഞേക്കുന്ന ആളുകളൊന്നും ഇപ്പൊ പറയുന്നില്ലല്ലോ ഇത് CBIക്ക് വിടേണ്ടതാണെന്ന്. മന്ത്രി അതുപോലെ തന്നെ മന്ത്രി രാജൻ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇത് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, എങ്ങനെയായാലും അവരോടൊപ്പം തന്നെ നിൽക്കും, അതിനുവേണ്ടി എല്ലാം നിൽക്കും എന്നുള്ള രീതിയിൽ മുഴുവൻ അത്രത്തോളം ഉറപ്പായിട്ട് പറഞ്ഞ ആളാണല്ലോ. ഇപ്പൊ ഇവർക്ക് ആർക്കും CBI അന്വേഷണം വേണം എന്നില്ലല്ലോ. ഇതിനെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? കാരണം മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കാൻ ഇവർക്ക് ആർക്കും കഴിവില്ല. അതാണ് പ്രശ്നം. മനസ്സിൽ ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള കഴിവില്ല, അതാ കാര്യം. ശ്രീ MP ഗോവിന്ദനെ മലക്കം പറഞ്ഞതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും സംസാരിക്കാനുള്ള കഴിവില്ല. അത് തന്നെ ആ കാര്യം. ആളിനാളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇത് നമ്മൾ ഒരുപാട് കണ്ടതല്ലേ ഇതിനകത്തൊക്കെ. ഇതിന് എന്ത് തടസ്സം നിൽക്കേണ്ട കാര്യം എന്താണ്? സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടതല്ലേ. കാരണം PP ദിവ്യയെ അതിന്റെ സാമ്പത്തികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സ്ഥിരം അംഗമായിട്ട് ഇതിന് ശേഷം നിയമിച്ചിട്ടുണ്ട്. എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാറ്റി കഴിഞ്ഞ ഉടനെ ഇതങ്ങ് കൊടുത്തു. ജാമ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ. മറ്റേ ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ആദ്യം മുതലേ എടുക്കേണ്ട ഒരു സ്റ്റാൻഡായിരുന്നു. ഇത് കൊലപാതകമാകാനുള്ള സാധ്യതയാണ്, ഇത് തൂങ്ങിമരണമല്ല എന്നുള്ളത്. ഇത് തൂങ്ങിമരണമായാലും ഇത് തൂക്കിക്കൊലയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ തൂങ്ങിമരണം സ്വമേധയാവിടെ ഒരു തൂങ്ങിമരണം ആത്മഹത്യ എന്നുള്ള ആ പ്രിൻസിപ്പിളേ തള്ളിക്കളയാവുന്നതാണ്. കാരണം അതിൻ്റെ ദുരൂഹതകൾ അത്രയാണ്. പ്രശാന്തന്റെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചെന്ന് പറഞ്ഞല്ലോ, അതിന്റെ കോപ്പി ഇവർ ചോദിച്ചിട്ട് ഇപ്പോഴും കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോഴും അത് വിവരാവകാശ നിയമം അനുസരിച്ച് കൊടുത്തു, അങ്ങനെ സാധനം കൊടുക്കുന്നില്ല. കാരണം അത് കള്ളപ്പരാതിയാണെന്നും അത് പിന്നീട് എഴുതിയുണ്ടാക്കിയതാണെന്നും അത് കുത്തിക്കയറ്റാൻ ശ്രമിച്ചതാണെന്നും അത് തയ്യാറാക്കിയ സ്ഥലം വരെ അതിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്നിട്ടും പോലീസ് തന്നെ അന്വേഷിക്കുന്നതാണ്. അത് പോലീസിനെ അന്വേഷിക്കാൻ പറ്റും. AKG സെന്ററിൽ കയറി വളരെ അന്വേഷിക്കാൻ പറ്റും. അതാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ എല്ലാം അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ. കാരണം ഞങ്ങൾ ഈ മരിച്ച ഒരു മനുഷ്യനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണെന്നുള്ള വലിയ പ്രഖ്യാപനം ഉച്ച സ്ഥായിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇപ്പം അത് PP ദിവ്യയോടൊപ്പമാണ് എന്നുള്ളതാണ് കാണുന്നത്, മനസ്സിലാക്കാവുന്നത്. ഉറപ്പാണ് ഈ കേസ് എങ്ങനെ കുഴിച്ചു മൂടാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചാണ് ഇപ്പം നടക്കുന്നത്. ഇനി വല്ലതും ഞങ്ങൾ അന്വേഷിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാമെന്ന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ പോയിന്റും കള്ളമാണ് എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിയെടുക്കാനാണ്. പിന്നെ ഇതുവരെ അന്വേഷിച്ചത് എന്താണ്? ഇവരെന്തും അന്വേഷിച്ചേ ഇതുവരെ? വിവരമില്ലായ്മയാണ് ഇതൊക്കെ. കളക്ടറേറ്റ് അതുപോലെ തന്നെ കളക്ടറുടെ അടുത്ത് പോയി നവീൻ ബാബു അന്ന് കൺഫസ് ചെയ്തെന്ന് കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന്. അതിന്റെ CCTV ഉണ്ടോ അയാളുടെ ചേംബറിൽ കയറുന്നതിന്റെ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ആ ദൃശ്യം വേണ്ടേ? ഈ കള്ളം പറഞ്ഞ കളക്ടറെയൊക്കെ ഉണ്ടല്ലോ, ഇയാളെയൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടല്ലേ ഈ അന്വേഷണം ഒക്കെ നടക്കുന്നത്. ഈ അന്വേഷണം ഇല്ലല്ലോ, അന്വേഷണമൊന്നുമില്ല, വെറും പ്രഹസനമാണ്. ഒരന്വേഷണവും ഇല്ല. മാത്രമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചപ്പോൾ എന്താ ആദ്യം ഉണ്ടായിരുന്നേ SHO, കണ്ണൂരിലെ SHO ആദ്യം എടുത്തിരുന്ന ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നേ അയാൾ തന്നെയാണ് ഇത് ലീഡ് ചെയ്യുന്നത്. പിന്നെ എന്തുവാ ഇത് പുതിയ കാര്യം? കണ്ണി പൊടിയിടാനുള്ള പരിപാടിയല്ലേ ഈ നടത്തുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഈ കേരള പോലീസ് വളരെ മോശമായിട്ടാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അവര് അതായത് ഈ CBI അന്വേഷണത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രത്തോളം വിധേയത്വം പോലീസിന് വേണം. അതാദ്യം ആ പോലീസുകാരൊരു ആത്മപരിശോധന നടത്തും. നിങ്ങൾക്ക് ഇത്രയും വിധേയത്വം അതായത് CPM-നോട് വേണം, ആവശ്യമുണ്ടോ? ഇങ്ങനെ ചവിട്ടുകൊള്ളേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്? ഈ നാണക്കേടിന്റെ കാര്യം എന്താണ്? ഇത് CBI അന്വേഷിക്കട്ടെ. നിങ്ങളെങ്കിലും രക്ഷപ്പെടാമല്ലോ. CBI അന്വേഷിച്ചിട്ട് ഇത് ആത്മഹത്യയാണെന്ന് കണ്ടുപിടിച്ചാൽ കാര്യം അവിടെ തീർന്നു. നിങ്ങളും രക്ഷപ്പെടുമല്ലോ. നിങ്ങളുടെ പേരുള്ള ഈ ആരോപണം ഇല്ലാതാവുമല്ലോ. അതെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയും.